രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരുവാൻ ഏറെ നാളൊന്നും വേണ്ടെന്ന് ചരിത്രം നമ്മളെ പലപ്പോഴായി പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ അരങ്ങേറിയിട്ടുള്ള സംഭവ വികാസങ്ങളും പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണവും UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് വിരൽ ചൂണ്ടുന്നത് അടുത്ത കൊല്ലം നടക്കാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു സമ്പൂർണ്ണ UDF തരംഗം തന്നെയാണ്. രണ്ടു വട്ടമായി കേരളം ഭരിക്കുന്ന LDF-നെ ജനങ്ങളിൽ നിന്ന് ഇത്രയധികം അകറ്റിയ ചില വസ്തുതകൾ നമുക്ക് ആദ്യമായി പരിശോധിക്കാം. എല്ലാം ഒരു സമ്പൂർണ്ണ ഭരണ പരാജയം മൂലം അതിലുപരി LDF നടത്തിയിട്ടുള്ള ആർഭാട ചെലവും ചില മന്ത്രിമാരുടെ ധാർഷ്ട്യവും ധിക്കാരവും ഒരു കാലത്തും തിരിച്ചുവരവിനുള്ള വാതിൽ കൊട്ടിയടച്ച പ്രവർത്തന രീതികളും. പറയാനാണെങ്കിൽ കാര്യങ്ങൾ ഏറെയാണ്. ആശാപ്രവർത്തകരോടുള്ള അവഗണന, വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളോടുള്ള നിസ്സംഗത, വന്യജീവി ആക്രമണത്തിൽ നിന്നും ഇറങ്ങി ജനങ്ങളെ സംരക്ഷിക്കാനുള്ള വീഴ്ചകൾ, ലഹരി ഉപയോഗത്തിന്റെ വ്യാപനം, അങ്ങനെ നീണ്ടുപോകുന്നു പിണറായി സർക്കാരിന്റെ പരാജയ പരമ്പര. ഇതിനു പുറമെയാണ് മന്ത്രിമാരായ വീണ ജോർജ്, AK ശശീന്ദ്രൻ, R ബിന്ദു, V ശിവൻകുട്ടി, സജി ചെറിയാൻ എന്നിവരുടെ പ്രവർത്തന രീതിയും. അവർ പലപ്പോഴായി നടത്തിയിട്ടുള്ള അവഹേളന പ്രസംഗ പരമ്പരകൾ ഇതിനെല്ലാം കവച്ചു വയ്ക്കുന്നതാണ് വീണ വിജയനെതിരെയുള്ള ആരോപണങ്ങൾ. അങ്ങനെ പല കാരണത്താൽ ജനം ഇന്ന് തീർത്തും നിരാശരാണ്. അവർ പിണറായിയെയും കൂട്ടരെയും ശിക്ഷിക്കുവാൻ ഏറ്റവും അടുത്ത അവസരമായി അടുത്ത കൊല്ലം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി അക്ഷമരായി കാത്തിരിക്കുന്നുണ്ട്. ഇതിന്റെ വ്യക്തമായൊരു സൂചിക ആദ്യമായി ലഭിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ നിന്നാണ്. അതുപ്രകാരം UDF-ന് 42% ആളുകളുടെ പിന്തുണ ഉണ്ടെന്നും LDF-നാകട്ടെ 31% മാത്രവും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. UDF അടുത്ത കൊല്ലം ഒരു വൻ വിജയം നേടുമെന്നും LDF നിലം പരിശാകുമെന്നാണ്. ഇന്ന് LDF-ന്റെ കഥ വീണ്ടും പരിതാപകരമാണ്. ഇത് ശരിയാണോ എന്ന് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി കേരളത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയത് 1977-ലാണ്. അന്ന് ആ മുന്നണിക്ക് 114 സീറ്റാണ് ലഭിച്ചത്. പിന്നീട് കോൺഗ്രസും കൂട്ടരും 100 സീറ്റ് കടക്കുന്നത് 2001-ലാണ്. ഇന്നത്തെ സ്ഥിതി അടുത്ത കൊല്ലം നിലനിന്നാൽ 2001-ലെ 101 സീറ്റ് കവച്ചു വെച്ച് 110 സീറ്റ് വരെ നേടാമെന്നാണ് ഇപ്പോൾ നിരീക്ഷകർ കരുതുന്നത്. അങ്ങനെ സംഭവിച്ചാൽ LDF-ന് 30 സീറ്റോ അതിൽ കുറവ് സീറ്റോ കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വരും. കേരളത്തിലെ മൂന്നാം ശക്തിയായി ഈ അടുത്തിടെ ഉയർന്നു വന്നിട്ടുള്ള NDA-യുടെ സ്ഥിതിയും വ്യത്യസ്തമായിരിക്കില്ല. കഴിഞ്ഞ കൊല്ലം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുറച്ച് മുന്നേറ്റം നേടാൻ NDA-ക്ക് സാധിച്ചിരുന്നെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പല നീക്കങ്ങളും വിലയിരുത്തിക്കൊണ്ടായിരിക്കും കേരളീയർ അടുത്ത കൊല്ലം അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുക. അതും UDF-ന് വലിയ തോതിൽ സഹായിക്കുമെന്നാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഇതൊക്കെ കൊണ്ട് തന്നെ ഉറപ്പാണ്. അതിനായി കേരളീയ ജനത തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.